അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലേസർ റിമൂവിൻ്റെ കസ്റ്റമർ എന്ന് വെച്ചാൽ പാലക്കാട് എന്നാണ്. അപ്പോൾ നമുക്ക് തലയുടെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഒന്നുണ്ട് കുറേ നാളായോ ഇത്? 5-6 മാസം കൊണ്ട് ഇത്ര സ്പ്രെഡായല്ലേ? ഡാൻഡ്രഫ് ഉണ്ട് ഒരുപാട്. ഡോക്ടറെ കാണിച്ചു വരാം. മൊത്തം ഇവിടെ വരുന്നത് ഒരു മാറ്റവും ഇല്ല. പെയിൻ കുറച്ച് പോകും. പെയിൻ എങ്ങനെയും ഇപ്പം ഞാൻ ഇടുന്ന ഇതിനകത്തായാലും കമൻറ്റ് വരുന്നുണ്ട്, ഈ ഇത് മേടിച്ചാൽ മതി, ഇത് തേച്ചാൽ എന്തോ മെഡിലൈസോ അങ്ങനെ കണ്ട് പറഞ്ഞിട്ടുള്ള തേച്ചാൽ മതി, പെയിൻ പോകും. പെയിൻ മാത്രമേ പോകത്തുള്ളൂ, ഈ സാധനം പോകത്തില്ല. ഈ സാധനം പോകണമെങ്കിൽ നല്ല കഷ്ടപ്പാട് തന്നെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഡോക്ടർ കൊടുക്കുന്ന ഇതുമൊക്കെ കൊടുത്തിട്ടേ എല്ലാവരും പെയിൻ കളയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും വരുന്നുണ്ട്. എന്തുകൊണ്ട്? അത് എഗ്ഗിനകത്തിരിക്കുകയാണ്, അത് പിന്നെയും തിരിഞ്ഞ് വരിക. നമ്മളതടക്കമാണ് മൊത്തത്തിൽ കളയുന്നത്. നമ്മളിതിന് പരമാവധി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ അമ്മ നോക്കാഞ്ഞിട്ടാ, അമ്മ മുടി കെട്ടാഞ്ഞിട്ടാ, അമ്മ തീരാൻ ഇങ്ങനെയുള്ള കമൻറ്റുകളാണ് വരുന്നത്. ഈ കമൻറ്റ് ഇടുന്നവർക്ക് എന്താണ് ഇത്ര ഇത് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്നതിൻ്റെ ഇതല്ല, പരമാവധി ഓരോ കണ്ടീഷനാണത്. ഒന്നാമത് ഈ നനഞ്ഞ മുടിയൊക്കെ കെട്ടി വെക്കുന്നില്ലേ, ഇത്രയും ഉള്ളുള്ള മുടിയല്ലേ ഇത്. അപ്പോൾ ഈ നനഞ്ഞ മുടി കെട്ടി വെക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇതൊക്കെ. നല്ല ഡാൻഡ്രഫ് ഉണ്ട്, നല്ലതെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ തലേന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ ഡാൻഡ്രഫ് ഉണ്ട്. നല്ലതെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ഡാൻഡ്രഫ് ഉണ്ട്. പിന്നെ നിറ്റ്സിനെ കണ്ടല്ലോ, തല നിറച്ചുണ്ട്, അങ്ങ് തുടങ്ങി ഇങ്ങ് വരെ ലാസ്റ്റ് വരെ ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് വന്ന കസ്റ്റമറുടെ തല നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. കുട്ടിയുടെ തല നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ നല്ല ലോങ് ഹെയർ ആണ്, നല്ല ഉള്ളുള്ള ഹെയർ മുകളിൽ നിന്ന് താഴെ വരെ ഉണ്ട്. നമുക്ക് താഴോട്ട് നോക്കിയാൽ കണ്ടോ, ഇതെല്ലാം പെയിനാണ് മൊത്തത്തിൽ. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് വന്ന കസ്റ്റമറുടെ തല നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ട, നോക്ക് നോക്ക്, ഇത് കണ്ടോ, ഇത് നല്ല ലോങ് ആൻഡ് തിക്ക് ഹെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത് കണ്ടല്ലേ, ആദ്യത്തെ പെയിന് ഈരി ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മാറ്റി നല്ല അടിപൊളി കിണ്ണനാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം നിന്റെ കയ്യിലാട്ടോ, നീ ഹാപ്പിയല്ലേ? അതെ. അപ്പോൾ എന്ന് വെച്ചാൽ ഇനി ഇവക്ക് ഡാൻഡ്രഫിൻ്റെ സിറ്റിങ്ങും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സിറ്റിങ് ഇന്നായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത മാസം കാണാം കേട്ടോ. ഇപ്പോൾ ഡാൻഡ്രഫും കൂടെ മാറിയാലേ മാത്രമേ ഉള്ളൂ. അവൾക്ക് ഇവിടെ കുറേ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാൻഡ്രഫ് ഭയങ്കര സ്മെല്ലുള്ള ഡാൻഡ്രഫാണ്, ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ സ്കാലപ്പ് ഫുള്ളായിട്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഇനിയെന്ന് വെച്ചാൽ കുട്ടിയുടെ കഴുത്ത് കണ്ടോ, ഭയങ്കര ബ്ലാക്ക് ആയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് കുട്ടി അടിമുടി നമ്മൾ മാറ്റിയെടുക്കാൻ പോകണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നല്ല കഴുത്തിൻ്റെ ഡാർക്കൊക്കെ മാറാനുള്ള ഒരു സിറ്റിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹെയറിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവൾ ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അടുത്ത കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. ബൈ.